സ്മൃതിയിൽ പെടാത്ത പുരാണങ്ങളുണ്ടോ? ഇല്ല. പിന്നെ പുരാണം എന്ന് പറഞ്ഞിട്ട് പലതും ഇപ്പോഴും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇല്ലേ? ഇപ്പോഴും പല പുരാണങ്ങൾ ഇറങ്ങില്ലേ? ഇല്ല. അതൊക്കെ സ്മൃതിപ്പെടുത്തണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ പല നോവലുകൾക്കൊക്കെ പുരാണം എന്ന് പറഞ്ഞിട്ട് പേരിറക്കുന്നുണ്ട്. നൗഷ പുരാണം എന്നൊരു നോവലുണ്ടായില്ലേ? ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്തു ഭാഗവത പുരാണം. ക്രിസ്തു ഭാഗവത ആരായ പുത്തങ്കാവ് മാത്തന്തരകനാണോ അല്ല ചെറിയാനാണോ? എന്നാ വലിയ സംസ്കൃത പണ്ഡിതനാ, സകല ലക്ഷണമുള്ളതാ. പുരാണ ലക്ഷണം മുഴുവൻ തികഞ്ഞ മഹാകാവ്യാണ് ക്രിസ്തു ഭാഗവതം. അങ്ങനെയുള്ള പിൽക്കാലത്ത് രചിക്കപ്പെടണോ? അതൊക്കെ ഇപ്പോൾ ഈ അടുത്ത് രചിക്കപ്പെട്ടതാ. അങ്ങനെയൊക്കെ ധാരാളമുണ്ട്. അപ്പം അതൊന്നും സ്മൃതി എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ പെടുത്താറില്ല. പുരാണം എന്ന് പേരുള്ളത് കൊണ്ട്, ഇതിഹാസം എന്ന് പേരുള്ളത് കൊണ്ട് ഒന്ന് സ്മൃതിയുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്താറില്ല. ഭാഷ്യകാരൻ എന്തിനാണ് ശ്രുതിസ്മൃതി പുരാണേതിഹാസ യോഗശാസ്ത്രേഷു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്? വാസ്തവത്തിൽ സ്മൃതിയും ശ്രുതിയും രണ്ട് വിഭാഗങ്ങളല്ലേ ഉള്ളൂ. ശരിയാ, ശ്രുതി സ്മൃതിഷു എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇതിഹാസ പുരാണങ്ങൾ കൂടാതെ മനുസ്മൃതി, യാജ്ഞവൽക്യസ്മൃതി, വസിഷ്ഠസ്മൃതി, വ്യാസസ്മൃതി, ആപസ്തംഭസ്മൃതി, ഗോഭിലസ്മൃതി തുടങ്ങി അനേകം സ്മൃതി ഗ്രന്ഥങ്ങൾ വേറെ തന്നെ ഉണ്ട്. അതുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്മൃതി ഏതാ? നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നമ്മുടെ സ്മൃതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഇന്ത്യ മാത്രം മതിയോ? പോരാ. അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ നിയമസംഹിതകളെ നമുക്ക് സ്മൃതിയായിട്ട് മാനിക്കാം. അമേരിക്ക പോയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ പറ്റില്ല. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ അത്. അയർലൻഡിൽ പോയിട്ട് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഓരോ നാട്ടിലെയും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് അതത് ഭരണവ്യവസ്ഥ. അതൊക്കെ അവിടുത്തെ സ്മൃതിയാണ്. എന്നാൽ അതിനെ നമ്മൾ ഇതിഹാസ പുരാണങ്ങൾ എന്ന് പറയാറില്ല. അപ്പം അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ സ്മൃതി എന്ന് പറഞ്ഞിട്ട് മതിയാവാതെ ഇതിഹാസം, പുരാണം, ധർമ്മശാസ്ത്രം എന്നൊക്കെ പ്രത്യേകം പറയുന്നത്.